എല്ലാവർക്കും കാസർഗോഡ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ എപ്പോഴും ചെയ്യുന്ന പോലെയല്ല, ഇന്ന് ഞാൻ കുറച്ച് മാറ്റിയിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഞാനിന്ന് മീൻ വാങ്ങാൻ പോകുന്നതും വാങ്ങിയിട്ട് വന്നിട്ട് അത് മുറിക്കുന്നതും കറി വെക്കുന്നതും എല്ലാം കാണിച്ചു തരാം. അപ്പോൾ മീൻ വാങ്ങാൻ പോകുന്ന നമ്മുടെ നാട്ടിലെ സ്ഥലവും അത് ഞാൻ പാലക്കുന്ന്, തൃക്കണ്ണാട് എല്ലാം ഒന്ന് പോയിട്ട് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതെല്ലാം ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇത് നമ്മുടെ വീടിൻ്റെ അടുത്തേക്കുള്ള കൊപ്പൽ ബീച്ച് റോഡ്. നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് കടലിൻ്റെ അടുത്തോട്ടെത്തും. നമുക്ക് ഈ റോഡിലെ കൂടി തന്നെ ഒന്ന് പാൽക്കുന്നിലേക്ക് പോവാം. അപ്പോൾ ഞാൻ വഴിയിലുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ പോകുന്നല്ലേ വലിയ റോഡ്, താജ് റിസോർട്ടിലേക്കുള്ള റോഡ്. അപ്പോൾ നല്ലൊരു റോഡ്. രാവിലെയും വൈകുന്നേരമെല്ലാം നമ്മൾ ചിലപ്പോൾ നടക്കലുണ്ട്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെരുപ്പിടാതെ നടന്നാലും ഒരു പ്രശ്നമില്ല. അങ്ങനെയുള്ള നല്ല നല്ല ക്വാളിറ്റിയുള്ളൊരു റോഡാണ്. അപ്പോൾ ഇതൊരു പാലം. ഈ പാലത്തിൻ്റെ അടിയിൽ ചെറിയൊരു പുഴ ഒഴുകുന്നുണ്ട്. പിന്നെ സൈഡിലെല്ലാം നല്ല തെങ്ങിൻ തോപ്പെല്ലാം ഉണ്ട്. അപ്പോൾ പറ്റുന്നവർ നമ്മൾ ഈ കൊപ്പൽ ഭാഗത്തേക്കൊന്ന് വന്നിട്ട് ബീച്ചിലെല്ലാം ഒന്ന് കറങ്ങിയിട്ട് പോകണം. ഫാമിലിയിൽ ഒന്നിച്ചും ഫ്രണ്ട്സിൻ്റെ ഒന്നിച്ചെല്ലാം കുറച്ച് നല്ല സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം. രാവിലെ കുറേ ആൾക്കാർ സൈക്കിളെല്ലാം ഓടിച്ച് പോകുന്നുണ്ട്. നമ്മൾ കുറേയായി വിചാരിക്കുന്ന സൈക്കിൾ വാങ്ങണം, ഓടിക്കണം. ഇതുവരെ ഒന്നും നടന്നിട്ടില്ല എന്നേയുള്ളൂ. നമ്മളിപ്പോൾ പാലക്കുന്ന് റോഡിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഭരണീനെ കുറിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ടാവുമായിരിക്കും അല്ലേ. പാലക്കുന്ന് അമ്പലത്തിൽ ഭരണി ഉണ്ടാകുന്ന സമയത്ത് ഈ റോഡിൻ്റെ സൈഡിലെല്ലാം ഫുള്ള് ഷോപ്സ് ആയിരിക്കും. ഈ സൈഡിൽ കണ്ടത് ഇപ്പം നമ്മൾ കണ്ടത് പാലക്കുന്ന് മീൻ മാർക്കറ്റ്. ഇനിയിപ്പോൾ നേരെ പോകുമ്പോൾ സൈഡിൽ തന്നെയായിട്ട് പാലക്കുന്ന് അമ്പലം കാണും. അതും കൂടി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഫെബ്രുവരി ആ സമയത്ത് തന്നെ അധികം ഭരണി ഉണ്ടാവില്ല. ഇപ്രാവശ്യം തന്നെ ഭരണിയെല്ലാം കൊറോണ കൊണ്ടുവന്ന പോലെ ഉണ്ട്. അഥവാ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഭരണിയുടെ സമയത്തെല്ലാം ഒന്ന് വരണം. ഡേറ്റെല്ലാം വേണമെങ്കിൽ ഞാൻ ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആ ഒരു ഗോപുരം കാണുന്നില്ല, അതന്നെ നമ്മളെ പാലക്കുന്ന് അമ്പലം. അപ്പോൾ ഭരണിയുടെ സമയത്ത് സാധാരണ നല്ല വെടിക്കെട്ടും ഭയങ്കര ആൾക്കൂട്ടവും പിന്നെ ഭയങ്കര ആഘോഷവും ഷോപ്പും എല്ലാം ഉണ്ടാവും. അപ്പോൾ പറ്റുന്നവരെല്ലാം ആ സമയത്ത് ഈ കൊറോണ ഇഷ്യൂസ് എല്ലാം ഒന്ന് പോയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് വരണം. അപ്പോൾ നമ്മളിപ്പം തൃക്കണ്ണാട് എത്താനായി. ഈ കാണുന്നത് തന്നെ ബേക്കൽ പോലീസ് സ്റ്റേഷൻ. ഇനി കുറച്ചും കൂടി മുമ്പിലോട്ട് പോയി കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് തൃക്കണ്ണാട് അമ്പലം കാണും. ഈ കാണുന്നത് തന്നെ തൃക്കണ്ണാട് അമ്പലം. ഇതിൻ്റെ നേരെ മുമ്പിലായിട്ട് ബീച്ച്. അപ്പോൾ ഇവിടെ സൈഡിൽ നമുക്കൊന്ന് നോക്കാം. ചില സമയത്തെല്ലാം മീൻ ഉണ്ടാവലുണ്ട്. സാധാരണ തോണിയാണ് എന്ന സ്ഥലം തന്നെ ഇത്. സൈഡിൽ കുറേ തോണിയെല്ലാം നിർത്തി വെച്ചിട്ട് കാണുന്നുണ്ടാവും. നമുക്കൊന്ന് റോഡ് ക്രോസ് ചെയ്തിട്ട് ഒന്ന് പോയി നോക്കാം. ഭയങ്കര ബുദ്ധിമുട്ട് തന്നെ റോഡ് ക്രോസ് ചെയ്യാൻ. അധികം ആക്സിഡൻ്റെല്ലാം ഉണ്ടാകുന്ന സ്ഥലം ഇത്. അപ്പോൾ നമുക്ക് ശ്രദ്ധിച്ചിട്ടൊന്ന് ഈ റോഡൊന്ന് ക്രോസ് ചെയ്യാം. അപ്പോൾ കുറച്ച് ആൾക്കാർ മീൻ വെക്കുന്നത് കാണുന്നുണ്ട്. നമുക്ക് മെല്ലെ ഒന്ന് പോയിട്ട് നോക്കാം. ഇപ്പോൾ സാധാരണ സന്ധ്യക്കെല്ലാം വന്നു കഴിഞ്ഞാൽ നല്ല മീൻ കിട്ടലുണ്ട്. ഞാനും എൻ്റെ ഹസ്ബൻഡും സാധാരണ സന്ധ്യക്ക് വന്നിട്ട് ഫ്രഷ് മീൻ വാങ്ങിയിട്ട് പോവും. അപ്പോൾ തന്നെ ഉണ്ടാക്കിയിട്ടെല്ലാം കഴിക്കാനൊരു ടേസ്റ്റ് തന്നെ. പിന്നെ ഇതെല്ലാം കാണുമ്പോൾ ഉള്ളൊരു സന്തോഷം. കുറേ മീനിടെ കാണുന്നില്ലേ, ഇതെല്ലാം ഇവരിങ്ങനെ കൊണ്ടുവന്നിട്ട് ഇട്ടിട്ട് ലേലം വിളിക്കും. ചില സമയത്ത് നല്ല ലാഭത്തിനെല്ലാം കിട്ടും. നമുക്ക് വേണമെങ്കിലും ഇങ്ങനെ ലേലം വിളിച്ചിട്ട് എടുക്കാം. അല്ലെങ്കിൽ ഇതേപോലെ മീൻ വെക്കുന്ന ആൾക്കാരുണ്ടാവും, അവർ ഇതേപോലെ ലേലം വിളിച്ചിട്ട് എടുത്തിട്ട് വിൽക്കും. ഇവരുടെ അടുത്ത് ഇപ്പം നല്ല അയില കാണുന്നുണ്ട്. നമുക്ക് വേറെ എന്തില്ലേന്നൊന്ന് നോക്കാം കേട്ടോ. ഇവിടെ എന്തോ മീനുണ്ട്. ഇവരെല്ലാം നന്നായിട്ട് ലേലം വിളിക്കുന്ന സൗണ്ടെല്ലാം കേൾക്കുന്നില്ലേ. അയില തന്നെ ഉണ്ടായത്. ഈ ബീച്ചിൻ്റെ ഭംഗിയൊന്ന് നിങ്ങൾ കണ്ടോ. വലിയ വലിയ തോണിയുണ്ട്, ചെറിയതുണ്ട്. അത് ഇതിനെല്ലാം ഓരോ സമയമുണ്ട്. ഇന്ന സമയത്ത് വലുതിറക്കുക, ഇന്ന സമയത്ത് ചെറിയ തോണി ഇറക്കുക, അങ്ങനെയെല്ലാം ഉണ്ട്. അപ്പോൾ ഇതാണ് നല്ല ഫ്രഷ് അയില, ചരു എല്ലാം ഉണ്ട്. നമ്മൊന്ന് വാങ്ങിയിട്ടാട്ടെ. നമ്മൾ വിചാരിച്ചു ഒന്ന് പള്ളിക്കര കൂടി പോയി നോക്കാം. പള്ളിക്കരയിൽ നല്ല മീനുണ്ടാവലുണ്ട് രാവിലെ. അപ്പോൾ അതുണ്ടോ നോക്കിയിട്ട് നമുക്ക് എന്തെങ്കിലും പറ്റിയെന്തെങ്കിലും നല്ല ഇഷ്ടപ്പെട്ട മീൻ കിട്ടിയാൽ അത് വാങ്ങാമെന്ന് വിചാരിച്ചു.
ദാ ഈ പാലുണ്ടല്ലോ, ഇത് ബേക്കൽ പുഴേൻ്റെ മുകളിൽ കൂടിയുള്ള പാലം. ഇതാ കാണുന്നില്ല, അതന്നെ ബേക്കൽ പുഴ അഴിമുഖം പോലെയുള്ള സ്ഥലമാണ് നിങ്ങൾ കാണുന്നത്. നല്ല മഴയിലുണ്ടാകുന്ന സമയത്ത് ഈ പുഴ കടലിനോട് ഇങ്ങനെ അവർ അഴി ഇങ്ങനെ വെട്ടിക്കൊടുക്കും. അപ്പോൾ നല്ലപോലെ പുഴ കടലിനോട് ചേർന്നെല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് ബേക്കൽ ഫോർട്ടിലേക്കുള്ള എൻട്രൻസ് ആണ് റൈറ്റ് സൈഡിൽ കാണുന്നത്. ഇപ്പോൾ നമ്മൾ ബേക്കൽ പള്ളിക്കര പാർക്കില്ലേ, പാർക്കിലേക്ക് പോകുന്ന വഴി തന്നെ പോകുന്നത്. അതിൽ കൂടി തന്നെയാണ് നമുക്ക് മീൻ വാങ്ങുന്ന സ്ഥലത്തും പോകേണ്ടത്. നമുക്ക് എത്താനായി. ഇപ്പം നല്ല ആൾക്കാരുണ്ടാവും. സാധാരണ കുറേ ആൾക്കാർ മീൻ വാങ്ങാൻ വന്നിട്ടുണ്ടാവും, കുറേ മീൻ വിൽക്കുന്നവർ വന്നിട്ടുണ്ടാവും. എപ്പോഴും നല്ല തിരക്കന്നെ ഉണ്ടാവില്ല. സാധാരണ ഈ ഒരു 9 മണി 8:30 9 മണി ആകുന്ന സമയത്ത് പോയി കഴിഞ്ഞാൽ നല്ല മീൻ കിട്ടും. നമുക്ക് വേണമെങ്കിൽ ലേലം വിളിച്ചിട്ടെടുക്കാം, അല്ലെങ്കിൽ കുറച്ച് മതിയെങ്കിൽ അങ്ങനെ വാങ്ങാം. ഇവിടെ കുറേ തോണിയെല്ലാം ഉണ്ട്. ഞാനിത് നിങ്ങൾക്ക് നല്ലപോലെ കാണിച്ചു തരാം. കുറേ തോണി ഇപ്പം അണയൊന്നും ഉണ്ടാവും, അതെല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. ഇതാ ഇവിടെ ഇപ്പോൾ ഇതാ ലേലം വിളിക്കുന്നുണ്ട് ഇവർ. ചില സമയത്ത് നല്ല ലാഭത്തിന് നല്ല മീൻ കിട്ടും. അതേപോലെ തന്നെ ചില സമയത്ത് മീൻ അത്ര നല്ലതൊന്നും ഉണ്ടാവില്ല. ആ സമയത്ത് ചിലപ്പോൾ ലേലത്തിലെ കൂടി വില നല്ല കയറി പോകും. അപ്പോൾ നമുക്കിനി തോണിയുടെ അടുത്തൊന്ന് പോയി നോക്കാം. തോണിയിൽ നല്ല മീൻ ഉണ്ടാവും ചില സമയത്ത്. അവരെല്ലാം വരുന്നുണ്ട്, അപ്പോൾ നമുക്ക് നോക്കാതെ. ഭയങ്കര വെയിലാണ്. പിന്നെ ഈ കൊറോണയുടെ സമയത്ത് അങ്ങനെ വരുന്നതും നല്ലതല്ല. എന്നാലും ഇതെല്ലാം കാണുമ്പോൾ ഉള്ളൊരു സന്തോഷം. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ വന്നിട്ട് നോക്കുന്നതിൽ പറ്റുമ്പോൾ ഞാനും ഹസ്ബൻഡ് ഇതേപോലെ ഈ കടപ്പുറത്ത് വരലുണ്ട്. നല്ല വെയിൽ പറഞ്ഞാൽ വെയിൽ കൊണ്ടാൽ ഒരു 2 ദിവസമെല്ലാം ഒരു തരം ഡീഹൈഡ്രേഷൻ തന്നെ ആയിരിക്കും. എന്നാലും ഇത് കാണുമ്പോൾ ഒരു സന്തോഷം എന്ന് വിചാരിച്ചിട്ട് മീൻ കാണാനും ഈ കടപ്പുറം കാണാനും എല്ലാം കൂടിയുള്ളൊരു സന്തോഷം വിചാരിച്ചിട്ട് എപ്പോഴും വരും. ഇത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പരിചയപ്പെട്ട ഒരാൾ, അപ്പം എൻ്റെ ഹസ്ബൻഡ് ഇപ്പോൾ മീൻ വില എങ്ങനെ എന്നെല്ലാം ചോദിക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നങ്കിന് ഒരു വട്ടിക്ക് 1200 ഉണ്ടായത്. ഇപ്പോൾ ഇപ്രാവശ്യം ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് അവർ 2000 ചില്ലറ ആവുന്നെല്ലാം പറയുന്നുണ്ട്. തോണി അവർ പൊക്കി കൊണ്ടുവരുന്നുണ്ട്. ഇതിലിപ്പം നല്ല മീനുണ്ടാവും, നമുക്കത് നോക്കാം കേട്ടോ. ഈ കടപ്പുറത്തുനിന്ന് ഈ കാഴ്ചയെല്ലാം കാണാൻ നല്ല രസമാണ്. ഈ സമയമാകുമ്പോൾ വന്നു കഴിഞ്ഞാൽ നല്ല വെയിലുണ്ടാവും, പക്ഷേ ഇങ്ങനെ കുറേ തോണിയെല്ലാം ഇങ്ങനെ കരയിലോട്ട് വരുന്നതെല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ കുറേ മീനും കാണാൻ പറ്റും. ഇതാ കാണുന്നത് തന്നെ കേട്ടോ ബേക്കൽ ഫോർട്ട്. ആ ഒരു മുകളിലായിട്ട് കാണുന്നില്ലേ, അത് തന്നെയാണ് ബേക്കൽ ഫോർട്ട്. ഇപ്പോൾ സാധാരണ അധികം ഉണ്ടാകുന്നത് അയിലയും പിന്നെ ചരുവിന്, മത്തിയൊന്നും വരുന്നില്ല ഈ സമയത്ത്. പിന്നെ നങ്കുണ്ട്, കട്ട്ല, നങ്ക്, അയില, ചരു, ഇത്രയും സാധനമാണ് ഇപ്പോൾ സാധാരണ കിട്ടുന്നത്. ഇപ്പം മത്തി ഇങ്ങനെ കൂട്ടാൻ കൊതിയാണ്, പക്ഷെ മത്തി വരുന്നില്ല. ഇതാ നങ്ക് കുറേ വട്ടിയിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇതിപ്പം ഇവരിങ്ങനെ ഏതോ വണ്ടിയിൽ കയറ്റിയിട്ട് കൊണ്ടുപോയതെന്ന്. ഇപ്പോൾ ലോക്കലായിട്ട് ഇവിടെ വിൽക്കുന്നില്ല എന്ന് തോന്നുന്നു. അപ്പം നമ്മൾ ഇങ്ങനെ ഓരോ തോണിയിലും മീനും ഇങ്ങനെ നോക്കിക്കൊണ്ട് നടക്കുന്നുണ്ട്. ഇതുപോലെയാണ് ഈ വലയിൽ ഇങ്ങനെ മീൻ പറ്റി പിടിച്ചിട്ടുണ്ടാവില്ല. ഇത് ഓരോ മീനിനെ ഇവരിങ്ങനെ അടർത്തി എടുത്തിട്ട് ഇങ്ങനെ വട്ടിയിലോട്ട് ഇടുന്നതാണ് ചെയ്യുന്നത്. നമുക്കിങ്ങനെ ഈ വട്ടിയിൽ ഇങ്ങനെ മീൻ കിട്ടുമ്പോൾ ഇവരെ കഷ്ടപ്പാടൊന്നും ചിലപ്പോൾ മനസ്സിലാകുന്നുണ്ടാവില്ല. ഈ വെയിലത്ത് പോയിട്ട് ഈ മീനെല്ലാം പിടിച്ചിട്ടെല്ലാം വരണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെ.
അപ്പം നമ്മൾ ഈ ഒരു സ്രാവിനെ കണ്ടു, ഒരു കൊമ്പൻ സ്രാവ്. അപ്പം നമ്മൾ ഇതൊന്ന് നോക്കിയാലോ വിലയാക്കിയാലോ എന്നെല്ലാം വിചാരിച്ചു. അവരിപ്പോൾ 500 പറയുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ ലാസ്റ്റ് 350-ന് ഏട്ടന്മാർ നമുക്ക് ഈ സ്രാവിനെ തന്നു. അപ്പം നമ്മൾ വിചാരിച്ചു സ്രാവ്, പിള്ളേരും കുറേ ദിവസമായി പറയുന്നത് സ്രാവിൻ്റെ കറി വെക്കണം എന്നെല്ലാം. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇത് വാങ്ങിയിട്ട് പോവാം, ഇന്നത്തെ കറി ഇത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ ഈ സ്രാവ് എടുത്തിട്ട് മടങ്ങലായി. വീട്ടിലോട്ടെത്തി. ഇനി ഈ സ്രാവോടുള്ളൊരു മൽപ്പിടുത്തം. ഞാൻ എങ്ങനെയല്ലോ കുറച്ച് ഒന്ന് മുറിച്ച് നോക്കി. പിന്നെ ബസ്സിയേട്ടനും പിന്നെ വിനുവേട്ടനെല്ലാം ഹെൽപ്പാക്കിയിട്ട് എങ്ങനെയല്ലോ മുറിച്ചെടുത്തു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അത്രയും ബുദ്ധിമുട്ടാണ് ഇത് മുറിച്ചിട്ടെടുക്കാൻ. അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ടെടുക്കണം. മുറിക്കുമ്പോൾ തന്നെ മനസ്സിലാവും നിങ്ങൾക്ക്, ഭയങ്കര ബുദ്ധിമുട്ട് തന്നെ. ഒന്നാമത് ഈ കത്തി മുറിയുന്നില്ല, മൂർച്ചയെല്ലാം കൂട്ടിയിട്ട് തന്നെ മുറിക്കാനല്ല ഇരുന്നത്, എന്നിട്ടും ഒരു രക്ഷയില്ല. പിന്നെ ഈ സ്രാവ് മുറിച്ചിട്ടാകുമ്പോൾ സാധാരണ കുറച്ച് വലിയ സ്രാവെങ്കിൽ അതിലൊരു നെയ്യ് ഉണ്ടാവും കേട്ടോ. അത് പച്ചരിയിലോട്ടിട്ട് ഇങ്ങനെ ചോറാക്കിയാൽ നല്ല ടേസ്റ്റ്. അതിൻ്റെ വീഡിയോ കൂടി ഞാൻ എടുക്കുന്നുണ്ട്, അത് എൻ്റെ ഒരു പ്രാവശ്യം കാണിച്ചു തരാം കേട്ടോ. ഞാനിതിപ്പോൾ മുറിക്കുന്നത് കറക്റ്റ് തന്നെയൊന്നും എനിക്കറിയുന്ന പോലെ മുറിച്ചൊന്നേ ഉള്ളൂ. അപ്പോൾ സാധാരണ ഇനിയിപ്പം സൈഡിലെല്ലാം മുറിച്ചിട്ട് അവസാനം തല കട്ട് ചെയ്യേണ്ടതോ അതിപ്പോൾ അറിയില്ല ശരിക്കും. ഞാനെന്തായാലും ഇങ്ങനെ മുറിച്ച് നോക്കി, നല്ലപോലെ ബുദ്ധിമുട്ടുകയും ചെയ്തിന്. പിന്നെ ഇത് ഭയങ്കര വെയിറ്റും, എന്തായാലും ഒരു 3 കിലോ ഉണ്ടാവും എന്തായാലും. പിന്നെ പിടിക്കാനും മുറിച്ചെടുക്കാനും എല്ലാം കുറച്ച് കഷ്ടം തന്നെ. പിന്നെ ചില സമയത്ത് ഇത് മുറിക്കുമ്പോൾ അതിൽ ചെറിയ കുഞ്ഞെല്ലാം ഉണ്ടാവും, അപ്പോൾ ഭയങ്കര ബേജാറ് തന്നെ. ഞാനിതിപ്പോൾ കുഞ്ഞൊന്നും ഉണ്ടാവില്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് മുറിച്ചത്. എന്തായാലും ഇപ്പോൾ ഇതിലിപ്പോൾ കുഞ്ഞൊന്നുമില്ല. അപ്പം ഞാനീ മുറിച്ചിട്ടെടുക്കുന്നില്ല, അതന്നെ ഞാൻ പറഞ്ഞ നെയ്യ്. അപ്പം ഞാൻ കാണിക്കാം കേട്ടോ. പിന്നെ ഈ നെയ്യ് എടുക്കുന്ന സമയത്ത് ഇതിലൊരു കഴിക്കുന്ന ഒരു ഭാഗം ഉണ്ടാവും, അപ്പോൾ അത് ഇതേപോലെ ഒന്ന് നിങ്ങൾ മുറിച്ചിട്ട് കളയണം. ഞാനിതിപ്പോൾ ഞാൻ അധികം ഇത് കാണിക്കുന്നില്ല കേട്ടോ മുറിക്കുന്നത്. ഒരുവിധം ഞാൻ മുറിച്ചെടുത്തു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ബാക്കി ഭാഗം ഞാൻ നേരെ ഫ്രിഡ്ജിലോട്ട് കയറ്റി. അത്രമേലും എനിക്ക് മുറിക്കാൻ പറ്റുന്നില്ല, ക്ഷീണിച്ചു പോയി. അതുകൊണ്ട് ഇപ്പോൾ കറിയാക്കേണ്ട അത്ര ഭാഗം മാത്രം ക്ലീൻ ചെയ്തെടുത്തിട്ട് ബാക്കി ഭാഗം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് അങ്ങനെ കറി ഉണ്ടാക്കാൻ തുടങ്ങിയതാണ്. അപ്പോൾ നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒരു പാനിൽ ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചൂടാക്കാം. അതിലോട്ടൊരു വലിയ സവാള ഇതേപോലെ ചെറുതായിട്ട് മുറിച്ചത് ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഏകദേശം 1 കിലോ സ്രാവിലാണ് ഞാനിപ്പോൾ ഈ കറി ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത്രയും ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഒരു 6 അല്ലി മതിയാവും. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 2 പച്ചമുളക്. ഇനി ഇതും കൂടി ഒന്ന് പച്ചമണം മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഇഞ്ചിയെല്ലാം ചതച്ച് ചേർക്കുന്നതാണ് നല്ലത്, അപ്പോൾ പെട്ടെന്ന് അതിൻ്റെ പച്ചമണമെല്ലാം മാറി കിട്ടും. ഇനി ഇതിലോട്ട് നമുക്കൊരു 2 തണ്ട് കറിവേപ്പില ഇതേപോലെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഒന്നും കൂടി വഴറ്റിയിട്ടെടുക്കാം. നന്നായിട്ട് ഈ പച്ചമണമെല്ലാം ഒന്ന് മാറണം. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കണം. അപ്പോൾ മുളക് പൊടിയും മല്ലിപ്പൊടിയെല്ലാം ഞാൻ ഒന്നുകൂടി വറുത്തെടുത്തതാണ്, ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ഒരുപാട് കരിയണ്ട. അപ്പോൾ ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണോളം അധികം എരിവില്ലാത്ത മുളക് പൊടിയും ഒരു 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഞാൻ ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും. ഇനി ഇത് എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ചൂടായി വരണം.
ഇനി ഇതിലേക്ക് നമുക്ക് 1.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ സാധാരണ തണുത്ത വെള്ളമാണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഒരുപാട് വെള്ളം നമ്മൾ ചേർക്കേണ്ട. സ്രാവ് വേവുന്ന സമയത്ത് കുറച്ച് വെള്ളം വരും. അപ്പോൾ അത്രയും വെള്ളം മതിയാവും ഈ സ്രാവ് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാൻ. അപ്പോൾ ഇത്രയും വെള്ളം മതി. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഈ തിളച്ച സമയത്ത് നമുക്ക് ഇതിലേക്ക് നേരത്തെ നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ച സ്രാവ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ സ്ക്വയർ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്ത സ്രാവ് ഏകദേശം ഒരു 1 കിലോളം ഉണ്ടാവും. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഇത്രയും വെള്ളം നിൽക്കുന്ന രീതിയിൽ വെള്ളം ചേർത്താൽ മതി, കൂടുതലാവണ്ട. ഇനി നമുക്കിത് കവർ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വേവിക്കാം. ഇടയ്ക്ക് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു 8-10 മിനിറ്റ് ആകുമ്പോഴത്തേക്കും സ്രാവ് നന്നായിട്ട് വെന്ത് കിട്ടും. അധികം സമയമൊന്നും ആവശ്യമില്ല സ്രാവ് വേവാൻ. അപ്പോൾ നന്നായിട്ട് സ്രാവിന്ന് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു തേങ്ങേൻ്റെ 1/4 ഭാഗം ഞാൻ ചിരവിയെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇതേപോലെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് കവർ ചെയ്തിട്ട് ഒന്ന് വേവിക്കാം. അപ്പോൾ ഒരു 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരുപാട് ഇങ്ങനെ ഫോഴ്സ് കൊടുത്തിട്ട് നമ്മൾ മിക്സ് ചെയ്യേണ്ട. അത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ സ്രാവ് പെട്ടെന്ന് പൊടിഞ്ഞു പോവും. അപ്പോൾ ഇതേപോലെ സാവധാനം ഒന്ന് മിക്സ് ചെയ്താൽ മതി. ഇനി നിങ്ങൾക്ക് എത്രമാത്രം വെള്ളം വറ്റിക്കണോ അതിനനുസരിച്ച് വെള്ളം വറ്റിച്ചാൽ മതി. അവസാനമായിട്ട് ഇതിലോട്ട് നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ കുറച്ച് കറിവേപ്പില നമുക്കിതിലേക്ക് ചേർക്കാം. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് വെക്കാം കുറച്ച് നേരത്തേക്ക് കറിവേപ്പില ചേർത്ത ശേഷം. ഇനി നമുക്കിത് തുറന്ന് വെച്ച് തന്നെ കുറച്ചുകൂടി വറ്റിച്ച് എടുക്കാം. അപ്പോൾ ഞാൻ ഇത്രയും വെള്ളം വറ്റിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ സ്രാവ് സുക്ക റെഡിയായി. എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് കുറച്ചും കൂടി വെള്ളം വറ്റിക്കാതെയാണ് ഇഷ്ടമെങ്കിൽ അതേപോലെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ അഭിപ്രായവും നിർദ്ദേശവും എല്ലാം എന്നെ കമൻസിലൂടെ അറിയിക്കണം. താങ്ക് യു.